ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഇന്നൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അധികം ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു അരമണിക്കൂറാണ് വേണ്ടോ, അതിനുശേഷം നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. എന്നാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അരി കുതിർത്ത് വെച്ചിട്ടും അതുപോലെ തന്നെ അരിപ്പൊടി, റവ, മൈദയൊക്കെ വെച്ചിട്ടുള്ള പല ടൈപ്പ് ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഉണ്ണിയപ്പമാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെന്ന് നോക്കിയാൽ, ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വലിയ അച്ചു ബെല്ലെടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളത്തിൽ അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറുപ്പഴമാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം യൂസ് ചെയ്യാം. അത് തൊലി കളഞ്ഞതിന് ശേഷം ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് അതൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഇതിലേക്ക് ബെല്ലം നമ്മൾ തിളപ്പിച്ചെടുത്തത് ചൂടാറി വന്നിട്ടുണ്ട്. അത് 1 കപ്പ് അളന്നെടുത്തതിന് ശേഷം ഈ പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റെയിൻ ചെയ്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ഗോതമ്പ് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 4 ട്രിപ്പായിട്ടൊരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 250 ml കപ്പിലാണ് ഫുൾ മെഷർമെൻറ്റ്. അതുപോലെ തന്നെ ബാക്കി വന്നിട്ടുള്ള ബെല്ലം മെൽറ്റ് ചെയ്തെടുത്തതും അതുപോലെ തന്നെ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം. അപ്പോൾ ചൂടോടക്കനെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊടി വെന്ത് പോവും. ഒരു 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആ വെള്ളത്തിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ചിട്ട് ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളം ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കട്ടകളൊന്നുമില്ല, നല്ല പാകമായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. കറുത്ത എള്ള ഇട്ട് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്, അതുകൊണ്ടാണ് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നീക്കി വയ്ക്കാം. ഒരു പാനിലേക്ക് 1/4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ടാണ്. അപ്പോൾ ചെറുതാക്കി കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് കൊത്തിയെടുത്തിട്ടുള്ള കോക്കനട്ടാണ്. ഇതൊന്ന് നെയ്യിൽ വറുത്തിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ഈ മാവിലേക്ക് ഇട്ടാൻ വേണ്ടിയിട്ടാണ്. ഉടക്കനെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ നെയ്യിൻ്റെ ഒരു ഫ്ലേവറും വരുമ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാവ് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള കോക്കനട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്ത നെയ്യുള്ള കോക്കനട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബബിൾസ് പോലെയൊക്കെ വന്നിട്ടുണ്ടാവും. മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിലേക്ക് 2 ഏലക്കായ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിത് മിക്സ് ചെയ്തപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കുറച്ച് കുറവ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എന്ന് എനിക്ക് തോന്നി. ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനുള്ള പാൻ സ്റ്റൗമ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ കുഴിയിലേക്കും ഓയിൽ നിറച്ചൊഴിച്ചു കൊടുക്കണം. അപ്പോൾ എൻ്റെ 7 കുഴിയുള്ള ഉണ്ണിയപ്പ പാനാണ്. അത് ചെറിയ കുഴികളാണ് കേട്ടോ. ഓയിൽ ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാവിൽ നിന്ന് ഒരു തരി എടുത്തിട്ട് നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊന്തി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓയിൽ നന്നായി ചൂടായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓരോ കുഴിയിലേക്ക് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഗോതമ്പൊടിക്ക് അനുസരിച്ച് ചെറിയൊരു ഡിഫറൻസ് ഒക്കെ വരും. അതാണ് ഞാൻ ആദ്യം 1 കപ്പ് ഒഴിച്ചതിന് ശേഷം കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത്. ഒരു സൈഡ് ചെറുതായിട്ട് കളറ് മാറി തുടങ്ങുമ്പോൾ വേണം നമുക്ക് മറിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സൈഡും മുരിഞ്ഞു തുടങ്ങിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ സൈഡൊക്കെ കണ്ടില്ലേ, ചെറുതായി ക്രിസ്പി വരും. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാതും ഇതേപോലെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ടാവും ഉണ്ണിയപ്പം. ഉണ്ണിയപ്പത്തിൻ്റെ മറ്റേ സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റെയിൻ ചെയ്തിട്ട് ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എനിക്കൊരു 6 പ്രാവശ്യമാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. അപ്പോൾ 7 കുഴിയുള്ളത് 6 പ്രാവശ്യം ഒരു 42 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഉണ്ണിയപ്പം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വല്ല ഗസ്റ്റും വരികയാണെങ്കിൽ പോലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ 4 മണി പലഹാരമായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.